ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികളാണ് അയ്യപ്പൻ്റെ പേരിൽ അടിച്ച് CPM മാറ്റിയിരിക്കുന്നത്. CPM ലീഡർഷിപ്പ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. എന്നിട്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ശ്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ കൈകഴുകി മാറുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് ദേവസ്വം മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. അതുവരെ സർക്കാർ അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. സർക്കാരിന് അതിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ആഗോള അയ്യപ്പ സംഗമം എന്ന് ഹോർഡിങ്സ് വെച്ചത്? കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഹോർഡിങ്സ് വെച്ചത്. മുഖ്യമന്ത്രി അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു. ദേവസ്വം ബോർഡിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് സർക്കാരും തമ്മിൽ എന്താ ബന്ധമില്ലേ? സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്, CPMൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അവർ നടത്തിയ കള്ളക്കണക്കുകൾ ആണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. പരസ്പരം യോജിക്കാത്ത രീതിയാണ്. കോടികളാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിൽ നിന്നും കൈകഴുകാൻ നോക്കിയാണ്. ശബരിമല വിടാതെ ഈ സർക്കാരിനെ പിന്തുടരുകയാണ്. കാരണം അത്രമാത്രം ക്രമക്കേടുകളും അത്രമാത്രം വൃത്തികേടുകളും അത്രമാത്രം വലിയ കൊള്ളയുമാണ് CPMൻ്റെ നേതൃത്വത്തിൽ ശബരിമല നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിടാതെ പിന്തുടരുകയാണ്. അപ്പോൾ ഇവരെ ഈ ഒഴിഞ്ഞു കളയാനോ അല്ലെങ്കിൽ അഴകുഴമ്പൻ മറുപടി പറയാനൊന്നും പറ്റില്ല. ഒന്നുകിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ്, സ്ത്രീകളെ കയറ്റണം, അതാണ് CPMൻ്റെ നിലപാടാണ്, LDFൻ്റെ നിലപാടാണ്, സർക്കാരിൻ്റെ നിലപാടാണെന്ന് ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും.